മൂന്നുപേരും ചിരിച്ചു കളിച്ച് നടക്കുന്നുണ്ട്. സുജാത ചിരിക്കുന്നുണ്ടെങ്കിലും മനസ്സിൽ മുഴുവനും കുറച്ചു മുന്നേ ഗിരി പറഞ്ഞ കാര്യങ്ങളാണ്. അമ്പലത്തിൽ കയറി തൊഴുതു പ്രാർത്ഥിച്ചു. മനസ്സിൽ മുഴുവനും ഗിരിയുടെ മുഖമായിരുന്നു. പ്രാർത്ഥിച്ച് തിരിഞ്ഞതും ഗിരിയുടെ നെഞ്ചിലായി സുജാതയുടെ മുഖം അമർന്നു. അവൻ അവളെ പുരികമുയർത്തി നോക്കി. ദൈവത്തിന്റെ അടുത്ത് കാര്യമായി പ്രാർത്ഥനയാണല്ലോ, എന്തേലും ആഗ്രഹിക്കുന്നത് നേടില്ല. അവൻ പതുക്കെ അവളെ ചെവിയിൽ പറഞ്ഞു. ആഗ്രഹിച്ചതൊന്നും ഇതുവരെ നേടിയിട്ടില്ല. ഇനിയെങ്കിലും ഈശ്വരന് എന്നോട് അനുകമ്പ തോന്നിയാലോ? അവൾ കണ്ണും നിറച്ചുകൊണ്ട് ചോദിച്ചതും അവനത് ഇഷ്ടപ്പെടാതെ മുഖം തിരിച്ചുകൊണ്ട് അവിടുന്ന് പോയി. ഗിരി മുഖം വീർപ്പിച്ചുകൊണ്ട് നടക്കുമ്പോൾ സേതു ഉറക്കെ വിളിച്ചു. കൂടെ അവന്റെ ഭാര്യയും കൊച്ചുകൊണ്ട്. ആരോടാ? ദേഷ്യപ്പെട്ടുള്ള വരവാണല്ലോ. ഏയ് ഒന്നുമില്ല, ഗിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ കയ്യിൽ നിന്നും കൊച്ചിനെ വാങ്ങി അടുത്തുള്ള കടയിൽ നിന്നും ഒരു കളിപ്പാട്ടം വാങ്ങി കളിപ്പിച്ചു. അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് മൂന്ന് പേരും എത്തിയിരുന്നു. മൂവർ സംഘം എത്തിയോ? സുജാതയെ അങ്ങനെ ഇതുപോലെ പുറത്ത് കാണാറില്ലല്ലോ. ആമ പിന്നെ എല്ലായിടത്തും ഉണ്ടാകും. സേതു പറഞ്ഞതും ഗിരി തിരിഞ്ഞു നോക്കി. ഞാൻ വലിയ പുള്ളിയല്ലേ, എനിക്ക് എല്ലായിടത്തും കണക്ഷൻ ഉണ്ട്. പിന്നെ ചേച്ചി ആദ്യമായിട്ടാ ഉത്സവത്തിന് തന്നെ വരുന്നത്, ആമി പറഞ്ഞു. സുജാത ഗിരിയെ തന്നെ നോക്കി നിൽക്കുന്നതും ഗിരി മുഖം വീർപ്പിച്ച് നിൽക്കുന്നതും സേതു കണ്ടു. എടി, നീ കൊച്ചിനെ പിടി, കുറച്ചു നേരം ഇവരുടെ കൂടെ സംസാരിച്ച് നടക്ക്, ഞാനിപ്പ വരാം, സേതു പറഞ്ഞിട്ട് ഭാര്യയെ നോക്കി. ഗിരിയെ കുട്ടി കുറച്ച് അപ്പുറത്തേക്ക് മാറി നിന്നു അവൻ. ചുറ്റും ആളുകളും ബഹളവുമാണ്. എന്താ പ്രശ്നം? സേതു ചോദിച്ചു. പ്രശ്നം അവൾ തന്നെ, ഗിരി പറഞ്ഞു. ആമയുടെ കോളേജിലെ കൂട്ടുകാരെ കണ്ടപ്പോൾ അവൾ വേഗം അവളുടെ കൂടെ ചാടിപ്പോയി. സേതുവിന്റെ ഭാര്യ സൗമ്യ സുജാതയുടെ അടുത്ത വിശേഷങ്ങൾ ഓരോന്ന് ചോദിക്കുകയാണ്. അടുത്ത മന്നാടിയാർ ആവാൻ പോകുന്ന കാർത്തിയെ പറ്റിയുമെല്ലാം. ഭാമക്കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിച്ചുകൊണ്ട് നിന്ന് പെട്ടെന്നാണ് കുഞ്ഞിക്കൈയിലുള്ള മാംഗോ ജ്യൂസ് അവൾ ദേഹത്തേക്ക് ഒഴിച്ചത്. അയ്യോ ചേച്ചി, ഞാൻ ഇപ്പൊ വരാം, അല്ലെങ്കിൽ പോസ്റ്റ് ആകും, ഭാമ പറഞ്ഞു. എടി, ആ വണ്ടി പാർക്ക് ചെയ്താ അവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട്, വേഗം പോയി കഴുകിയിട്ട് വായോ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും, സൗമ്യ പറഞ്ഞു. ഭാമ അമ്പലപ്പറമ്പിൽ നിന്നും പുറത്തേക്കുള്ള വഴി ലക്ഷ്യമാക്കി നടന്നു. ടോയ്ലറ്റിൽ പോയി പൈപ്പ് തുറന്നതിനെ ധാവണിയുടെ മുൻഭാഗം അവൾ നന്നായി തുടച്ച് വൃത്തിയാക്കി. അവിടെ തന്നെയുള്ള ഒരു കണ്ണാടിയിൽ നോക്കി. നെഞ്ചിന്റെ ഭാഗത്ത് മുഴുവനും നനഞ്ഞിരിക്കുന്നു. ഇത് ഉണങ്ങാതെ എങ്ങനെ പോകും? എന്നെ അവർ കാത്തു നിൽക്കുന്നുണ്ടാകും, രണ്ടും കൽപ്പിച്ച് അങ്ങ് പോകാം, ഭാമ മനസ്സിൽ പറഞ്ഞിട്ട് പുറത്തേക്കിറങ്ങി നടന്നു. അവൾ പുറത്തിറങ്ങിയതും അവൾ തൊട്ടു മുന്നിലായി തന്നെ മനിലെ കാർത്തി BMW പാർക്ക് ചെയ്ത് അവൻ ഇറങ്ങി. ചുവന്ന ഷർട്ട് ധരിച്ച് അലസമായി കിടക്കുന്ന നീണ്ട കോലം മുടിയിലും അവന്റെ സൗന്ദര്യം എടുത്തു കാണിക്കുന്ന പോലെ തോന്നി അവൾക്ക്. ഒരു നിമിഷം ഭാമ പരിസരം മറന്നവനെ വായി നോക്കി. കാറിൽ നിന്നും ഇറങ്ങിയവൻ തന്നെ കണ്ട് സ്ഥാപിച്ചു നിൽക്കുന്നവളെ ഒന്ന് മൊത്തത്തിൽ നോക്കി. മുണ്ടു മടക്കി കുത്തിക്കൊണ്ടൊരു പ്രത്യേക ഭാവത്തോടെ തന്റെ അടുത്തേക്ക് വരുന്നവനെ അവൾ കണ്ണു വീഴ്ച നോക്കി. എന്താണ് ഭാമ, ഒരു കള്ളലക്ഷണം? എന്നെ കാത്തു നിൽക്കുകയായിരുന്നോ? അവൻ കള്ളച്ചിരി ചിരിച്ച് മനഃപൂർവ്വം അവളെ ദേഷ്യപ്പെടുത്താൻ എന്ന രൂപേണ ചോദിച്ചു. അയ്യടാ, ഒരു ഗന്ധർവൻ വന്നിരിക്കുന്നു, മാറി നിൽക്കാം അങ്ങോട്ട്. ഭാമ ദേഷ്യത്തിൽ അവനെ മറികടന്ന് പോകാൻ നിന്നപ്പോൾ അവന്റെ തുറന്നു കിടക്കുന്ന കാറിന്റെ ഡോർ ശക്തി അടച്ചു. എടി, നിന്റെ ഗിരിയേട്ടൻ ഗുഡ്സ് വണ്ടിയല്ല ഇത്, ഇത് BMW ആണ്. ഇതിന്റെ വില അറിയോ നിനക്ക്? വണ്ടിയിൽ തൊട്ട് കളിക്കുമ്പോൾ മര്യാദയ്ക്ക് വേണം. അതെങ്ങനെയാ? എന്റെ വണ്ടി തൊടാനുള്ള യോഗ്യതയുണ്ടോ? അഹങ്കാരി, അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. തന്റെ കാറിന്റെ ഡോറിന് ശരിക്ക് തുറന്നു നോക്കി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഉറപ്പ് വരുത്തി വീണ്ടും പതുക്കെ അടച്ചു. അപ്പോഴാണ് അവൻ തന്റെ മുന്നിൽ ദേഷ്യത്തിൽ ഇടുപ്പിൽ കൈകുത്തി നോക്കി നിൽക്കുന്ന ഭാമയെ കണ്ടത്. എടി, നോക്കി പേടിപ്പിക്കുന്നോ? കാർത്തി മുന്നോട്ട് ദേഷ്യത്തിൽ വന്ന് ചോദിച്ചു. തമ്പുരാനൊക്കെ തന്റെ വീട്ടിലുള്ളവരുടെ മുന്നിൽ മതി, എന്റെ ദേഹത്തേക്ക് എടുത്തു ചാടി കയറി വരണ്ട. നിങ്ങൾക്കല്ലെങ്കിലേയുണ്ട് ഈ എടുത്തുചാട്ടം, ഭാമ പറഞ്ഞു. അവളുടെ വാക്കുകൾ കാർത്തിയുടെ ദേഷ്യം കൂട്ടിയത് മാത്രമേ ഉള്ളൂ. അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് അടുത്തുള്ള മരത്തിന്റെ മറവിലേക്ക് നടന്നു അവൻ. എന്നെ വിട്, എന്താ നിങ്ങൾ ചെയ്യുന്നേ? അവള് കുതറി. എന്താ ചെയ്യുന്നതെന്ന് ഇപ്പൊ കാണിക്കാം, അവൻ പല്ല് കടിച്ചു പൊട്ടിച്ചുകൊണ്ട് പറഞ്ഞ് അവളെ മരത്തിലേക്ക് ചാഞ്ഞു നിർത്തി. അവന്റെ മുഖഭാവം കണ്ട് അവൾ ചെറുതായി പേടിച്ചു. തമാശ കളിക്കലേ, എനിക്ക് പേടിയാവുന്നു, ഭാമ വിറച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ആരാണെന്ന് നിനക്കറിയാം, അപ്പോലെ എന്നെ പേടിക്കണമെന്നും നിനക്കറിയാം. അവളുടെ ചെവിയിലായി അവൻ മുരണ്ടു. നിങ്ങൾ ആരായാലും എനിക്കെന്താ? സ്ത്രീകളുടെ ബഹുമാനത്തോടെ സംസാരിക്കാൻ അറിയാത്ത ആൾ ഏത് രാജാവായാലും കാര്യമില്ല. നിങ്ങളെ പിടിച്ച് ഈ നാട്ടിലെ മന്നാടിയറാകുന്ന ജനങ്ങളോട് എനിക്ക് പുച്ഛം മാത്രമാണ്, ഭാമ ദേഷ്യത്തിൽ പറഞ്ഞത് മതി കേട്ട് കാർത്തിയുടെ ഞരമ്പുകൾ ക്രോധം കൊണ്ടൊന്ന് പിടഞ്ഞു. അവളുടെ കവളിൽ അവൻ കുത്തിപ്പിടിച്ചു. നാടും രാജാഭരണവും ഒന്നും ഈ കാർത്തി മോഹിച്ചിട്ടില്ല. ഞാൻ സ്വയം ചാർത്തിയെടുക്കുന്നതല്ല ഈ പട്ടം, ഈ നാട്ടുകാരായി എനിക്ക് തരുന്നതാണ്. എന്റെ അച്ഛൻ നാട്ടുകാർക്ക് നല്ലവനായിരുന്നു എന്ന വിശ്വാസം കൊണ്ട് മാത്രം. അതിന് തന്ത ഏതാ എന്നറിയാത്ത നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? സ്വന്തമായൊരു അഡ്രസ് ഉണ്ടോടി നിനക്ക്? കാർത്തി ചോദിച്ചതും ഭാമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തന്റെ അസ്തിത്വം ആണ് അവൻ ചോദ്യം ചെയ്തത്. ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം തന്റെ ജന്മരഹസ്യം. ഗിരിയേട്ടൻ ഇപ്പോഴും കരുതുന്നത് തനിക്കൊന്നും അറിയില്ലെന്നാണ്.
എന്നോ ഒരു ദിവസം സേതുവേട്ടനോട് സംസാരിക്കുന്ന ഗിരിയേട്ടനിൽ നിന്ന് ഞാൻ കേട്ടിരുന്നു. മാനസിക രോഗിയായി അമ്മയ്ക്കാരോ കൊടുത്ത സമ്മാനമാണ് താനെന്ന്. ഗിരിയേട്ടനും എനിക്കും രണ്ടച്ഛന്മാരാണെന്ന് അറിഞ്ഞിട്ട് മനഃപൂർവ്വമാണ് ഏട്ടനോട് ചോദിക്കാഞ്ഞത്. ഒരു കുറവും തനിക്ക് വരുത്താത്ത മനുഷ്യനെ കുത്തി നോവിക്കാൻ തോന്നിയില്ല. എന്തേ, അറിയാം നിനക്ക് നിന്റെ അച്ഛൻ ആരെന്ന്? കാർത്തി ഒന്നുകൂടി ചോദിച്ചു. അവൾ ദേഷ്യത്തിൽ അവനെ നോക്കി. എന്റെ അച്ഛന്റെ സ്ഥാനം എന്റെ ഗിരിയേട്ടനാണ്. എന്റെ ചേട്ടച്ചൻ, എന്റെ ചേട്ടനും അച്ഛനും എല്ലാം ആ മനുഷ്യനാണ്. ആ ഒരാളുമായുള്ള രക്തബന്ധം മതി എനിക്ക് ഈ ഭൂമിയിൽ തലയുയർത്തി നിൽക്കാൻ. ഉപേക്ഷിച്ചു പോയ അച്ഛനെയോ മരിച്ചുപോയ അമ്മയെ പറ്റി ഞാൻ ഓർക്കാറില്ല. എന്റെ ജീവിതത്തിൽ അതിന് പ്രാധാന്യമില്ല. എന്നിപ്പോ ഇങ്ങനെ കവിളിൽ കുത്തിപ്പിടിക്കുന്നത് എന്റെ ഏട്ടൻ അറിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ ഏത് തമ്പുരാനാണെങ്കിലും മാമ്പറ്റത്ത് കയറുന്ന നിങ്ങളെ നടു ഓടിച്ചിടും എന്റെ ഏട്ടൻ. അവസാന വാചകം പറയുമ്പോൾ അവൾ കിതച്ചു പോയിരുന്നു. കാർത്തി ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവളെ കഴുത്തിലൂടെ കൈയിട്ട് മുടിയിൽ പിടിച്ച് മുഖം അടുപ്പിച്ചു. ഈ ലോകത്ത് നീയും അവനും മാത്രമാണല്ലോ സഹോദരങ്ങൾ. അതിലൊരു പുച്ഛം കലർന്നിരുന്നു. എന്തായാലും നിങ്ങൾ സുജാത ചേച്ചിയുടെ അടുത്ത് കാണിക്കുന്ന പോലെ പെങ്ങന്മാരുടെ ഇടയിൽ വേർതിരിവ് കാണിക്കുന്നവനല്ല എന്റെ ഏട്ടൻ. കുടുംബത്തിൽ തന്നെ വേർതിരിവ് കാണിക്കുന്ന നിങ്ങളല്ലേ നാടുവഴി പട്ടം ചൂടാൻ പോകുന്നത്. കുടുംബ രഹസ്യം ആരും അറിയില്ലെന്ന് കരുതിയോ? സുജാത ചേച്ചി നിങ്ങളെല്ലാരും ചേർത്ത് ബന്ധിച്ച് ജീവിക്കുകയാണെന്ന് അവിടെ വന്നപ്പോഴല്ലേ മനസ്സിലാക്കിയത്. നോക്കിക്കോ, ഇതിനൊക്കെയുള്ളത് അനുഭവിക്കും. ഭാമ വീണ്ടും ദേഷ്യത്തിൽ പറഞ്ഞു. സുജാത, അവളെ പറ്റി എന്തറിയാം നിനക്ക്? അവൾ കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ? നിനക്കറിയാത്ത കാര്യങ്ങളെപ്പറ്റി സംസാരിക്കരുത് ഭാമ, കാന്തി ദേഷ്യത്തിൽ പറഞ്ഞു. എനിക്കൊന്നും അറിയാനും താല്പര്യമില്ല. എന്നെ വിട്. എന്നെ ഇനിയും പിടിച്ചു വെച്ചാ ഉറപ്പായി മേട്ടനോട് പറയും. പണ്ട് നിങ്ങളെ രുദ്ര വന്ന് കള്ളപ്പരാതി പറഞ്ഞപ്പോ കരഞ്ഞെന്ന ഭാമയല്ല ഞാൻ, അവൾ ദേഷ്യത്തിൽ പറഞ്ഞു. കാർത്തി ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് അവളെ ഇടുപ്പിലൂടെ കൈയിട്ടു. അണിവയറിലൂടെ അവന്റെ പരുക്കൻ വിരലുകൾ അമർന്നു. നിങ്ങൾ എന്താ ചെയ്യണേ? ഞാൻ പറയും എല്ലാം മേട്ടനോട്. ഭാമ പേടിച്ച് വിറച്ചു പറഞ്ഞു തീരും മുൻപ് അവൻ അവളുടെ മുഖം മടുപ്പിച്ച ആ ചുണ്ടുകളെ കവർന്നിരുന്നു. ഒട്ടും മയമില്ലാതെ അവന്റെ പരുക്കൻ ചുണ്ടുകൾ അവളെ മൃദുലമായ ചുണ്ടിനെ നുണഞ്ഞെടുത്തു. കുതിരി മാറാൻ ശ്രമിക്കുന്നവളെ അവൻ അടക്കി നിർത്തി. മിനിറ്റുകളോളം നീണ്ട ചുമനത്തിൽ അവൾ തളർന്നുപോയി. വാശിപ്പുറത്ത് ചെയ്തതാണെങ്കിലും ഇടയ്ക്കെപ്പോഴോ അവനത് ആസ്വദിച്ചിരുന്നു. അവളെ ഉമ്മിനീരടക്കം അവൻ വലിച്ചെടുത്തു പോയി. ഇതുവരെ ആരോടും തോന്നാത്ത, ഇതുവരെ അറിയാത്ത ഈ വികാരത്തോട് അവനൊരു കൊതി തോന്നിപ്പോയി. അവളുടെ കണ്ണുനീർ തുള്ളികൾ കവളിലൂടെ അവന്റെ നാവിൻ തുമ്പിൽ രുചിച്ചതും അവൻ അവളെ പിടിവിട്ടു. അവൻ പിടിവിട്ടതും അവൾ അവന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. അവനത് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഭാവമൊന്നും മുഖത്തില്ല. അവളെ നോക്കി ചുണ്ട് തുടച്ചുണ്ട് അവളുടെ അടുത്തേക്ക് വീണ്ടും വന്നവൻ. എല്ലാം ഞാൻ എന്റെ ഏട്ടനോട് പറയും എന്നല്ലേ പറഞ്ഞത്? പറയുമ്പോ ഇതുകൂടി പറഞ്ഞേക്ക്. കാർത്തിക്ക് നിന്നെ ഉമ്മ വെച്ചുവെന്ന്, നിന്റെ ചുണ്ട് കടിച്ച് പൊട്ടിച്ചുവെന്ന് അവൻ അവളെ തിണർത്തി കിടക്കുന്ന ചുണ്ടിനെ ഞെരടിക്കൊണ്ട് പറഞ്ഞു. ഭാമ അവനെ വെറുപ്പോടെ നോക്കി. നിങ്ങളിതിനെ അനുഭവിക്കും, നോക്കിക്കോ. കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞതും അവൻ അവളുടെ കവിളിൽ തട്ടി. മോളിപ്പോ പോ, മുഖമെല്ലാം തുടച്ചു പോയി ഉത്സവം കാണ്. എന്നിട്ട് നിന്റെ ചേട്ടനോട് എനിക്ക് ബലൂൺ വേണം, കരി വേണം പറഞ്ഞ് പരാതി പറ. കൂടെ ഇതും പറഞ്ഞു. കാർത്തിയേട്ടൻ എന്നെ കിസ്സടിച്ചെന്ന് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് അവളെ മൊത്തത്തിലൊന്ന് നോക്കി മുണ്ടും മടക്കി കുത്തി അവിടെ നിന്ന് നടന്നു. ഭാമ കുറച്ചു നേരം മനങ്ങാതെ നിന്നുപോയി. എല്ലാം ഓർത്തെടുക്കാൻ അവൾക്ക് സമയം വേണ്ടി വന്നു. സൗമ്യയുടെ മിസ് കോൾ വന്നപ്പോഴാണ് അവൾക്കെല്ലാം ഓർമ്മ വന്നത്. മുഖം തുടച്ചുകൊണ്ട് അവൾ മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. എന്താ നീ കാര്യം തെളിച്ചു പറകിരി? സേതു ഒന്നുകൂടി അവനെ തോളിൽ കുലുക്കിക്കൊണ്ട് ചോദിച്ചു. എടാ കോപ്പേ, ആ പെണ്ണിന് എന്നോട് പ്രേമമാണെന്ന് ഗിരി അലറി. സേതു ഞെട്ടലോടെ വാ തുറന്നു പോയി. അയ്യേ, നിന്നോടോ? സേതു പറഞ്ഞു. ഗിരി അവനെ തളപ്പിച്ചു നോക്കി. അയ്യോ, അങ്ങനെയല്ല, അവൾ വലിയ വീട്ടിലെ കൊച്ചല്ലേ, കാണാനും കൊള്ളാം. നമ്മൾ അങ്ങനെയല്ലല്ലോ, സേതു പറഞ്ഞു. അവൾ വലിയ വീട്ടിലായതാണോ പ്രശ്നം? എന്റെയും അവളുടെയും പ്രായം നീ എന്താ പറയാത്തെ? ഗിരി ചോദിച്ചു. അതും ശരിയാണ്, അത് ഭാമയുടെ പ്രായമല്ലേ ഉള്ളൂ, സേതു പറഞ്ഞു. ഭാമയുടെ പ്രായമൊന്നുമല്ല, അവളെക്കാൾ എന്തായാലും ഒരു 3 or 4 പ്രായം കൂടുതൽ കാണും. പക്ഷെ അവൾക്ക് എങ്ങനെയാണ് എന്നോട് അങ്ങനെ തോന്നിയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആ കുട്ടിക്ക് പ്രതീക്ഷ കൊടുക്കുന്ന ഒരു നോട്ടമോ സംസാരമോ എന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടോ? ഗിരി നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. ചിലപ്പോ നിന്റെ മുടിഞ്ഞ ഗ്ലാമർ കണ്ട് വീണതാവും. നീ ഇവിടത്തെ കൊമ്പനല്ലടാ, സേതു പറഞ്ഞുകൊണ്ട് ചിരിച്ചു. ഒന്നും മിണ്ടാതിരി സേതു, നിനക്ക് തമാശ. അവൾ എന്നെ നോക്കിയ നോട്ടം, അവളുടെ സംസാരമെല്ലാം കണ്ടിട്ട് അത് വെറും ഒരു അട്രാക്ഷൻ ആണെന്ന് തോന്നുന്നില്ല. എനിക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു. എന്നെ മൊത്തമായി വിഴുങ്ങിയെടുക്കുന്ന പോലൊരു നോട്ടമാണ് പെണ്ണിന്, ഗിരി ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. സേതുവും അപ്പോൾ അവിടെ മുൻപുള്ള കൂടിക്കാഴ്ച ഓർത്തു. ശരിയാണ് അവൻ പറഞ്ഞത്. സുജാത അവനെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഓരോ തവണ കാണുമ്പോഴും അവനെ മൊത്തത്തിൽ നോക്കിയിരുന്നു. അല്ല, എന്നിട്ട് എന്താണ് നിന്റെ പ്ലാൻ? നീ മറുപടി കൊടുത്തോ? സേതു ചോദിച്ചു. ഉവ്വ്, എനിക്ക് ഇഷ്ടമല്ലെന്ന് തന്നെ പറഞ്ഞു. അവളെ തറവാട്ട് മഹിമ ഇങ്ങോട്ട് എടുക്കണ്ടെന്ന് തന്നെ പറഞ്ഞു. ഗിരി ദേഷ്യത്തിൽ പറഞ്ഞു. എടാ, അവളൊരു പാവാണെന്ന് തോന്നുന്നു. അവളെ ചുറ്റിപ്പറ്റി എന്തോ രഹസ്യമുള്ള പോലെ എനിക്ക് തോന്നുന്നത്. നമ്മളറിയാത്ത എന്തോ അവൾക്കുണ്ട്, സേതു ആലോചനയിൽ പറഞ്ഞു.
എന്തായാലും എന്താ പോട്ടെ പുല്ല്, ഗിരി പറഞ്ഞു. എത്ര നേരമായി ഭാമേ, നിന്റെ സുജാത ചേച്ചി ഇവിടെ നിന്ന് കാണാതെ ടെൻഷനിലായിരുന്നു, സൗമ്യ പറഞ്ഞു. അത് ബാത്റൂമിൽ തിരക്കായിരുന്നു, ഭാമ വേഗം ഒരു കള്ളം പറഞ്ഞു. സുജാതയും ഭാമയും സൗമ്യയും തന്നെയാണ് പിന്നെ ഒരുമിച്ച് നടന്നത്. ഭാമ അവളുടെ കൂടെ നടക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിൽ മുഴുവനും കാർത്തിയായിരുന്നു. തൊട്ടടുത്തുള്ള ഫാൻസി കടയിൽ അവർ കയറി. അപ്പോഴേക്കും ഗിരിയും സേതുവും അവിടെ പിന്നാലെ കയറി. എവിടെയായിരുന്നു രണ്ടുപേരും? ഭാമ അവരെ കണ്ടപ്പോൾ ചോദിച്ചു. ഞങ്ങളൊന്ന് കറങ്ങി നടന്നു നോക്കി. എന്താ, നിനക്ക് വല്ല വേണോ? കമ്മൽ, വള വലതും ഗിരി ഭാമയോട് ചോദിച്ചു. എനിക്കൊന്നും വേണ്ട. സുജാത ചേച്ചിക്ക് ആ കരിവള ഒന്ന് വാങ്ങിക്കൊടുക്കോ? കുറെ നേരവേ അതിൽ തൊട്ടു നോക്കുന്നു, ഭാമ പറഞ്ഞതും ഗിരി ഗൗരവത്തിൽ സുജാതയെ നോക്കി. സുജാത പെട്ടെന്നൊന്ന് പരുങ്ങിപ്പോയി. ഇഷ്ടത്തോടെ താൻ നോക്കുന്നത് ഭാമ ശ്രദ്ധിച്ചിരുന്നു എന്നവൾക്ക് മനസ്സിലായി. വേണ്ട, എന്തെങ്കിലും വാങ്ങിക്കോ. ഇനി തമ്പുരാട്ടിക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത് കുറച്ചില്ലെങ്കിൽ, ഗിരി പറഞ്ഞു. എന്തിനാ ഗിരിയേട്ടാ ഇങ്ങനെ? ഭാമ അവന്റെ തൊള്ളൊരു നുള്ളു കൊടുത്തു. സുജാത ഒന്നും മിണ്ടാതെ അവരെ നോക്കി നിന്നു. ചേച്ചിക്ക് ഇഷ്ടപ്പെടുത്ത വാങ്ങിച്ചോ, ഏട്ടൻ ബിൽ പേ ചെയ്യും, ഭാമ പറഞ്ഞതും ഗിരി അവളെ കണ്ണോട്ടി പേടിപ്പിച്ചു. നോക്കി നിനക്കത് എന്താ വേണ്ടതെങ്കിൽ അത് വാങ്ങിക്കാൻ നോക്ക്, ഗിരി സുജാതയെ നോക്കി പറഞ്ഞു. സുജാത വെപ്രാളപ്പെട്ട് തിരിഞ്ഞുകൊണ്ടും ഓരോ കുപ്പിവളകളും തിരഞ്ഞു നോക്കാൻ തുടങ്ങി. വളകളും കമ്മലുകളും എല്ലാം കാണുമ്പോൾ വികസിക്കുന്ന കണ്ണുകളിലേക്ക് ഗിരി സൂക്ഷിച്ചു നോക്കി. ഇവളിതൊന്നും ആരും വാങ്ങിക്കൊടുത്തിട്ടില്ലെന്ന പോലെയാണല്ലോ അവളെ നോട്ടം. സ്വർണത്തിൽ കുളിച്ചൊരുങ്ങി നിൽക്കുന്ന പെണ്ണാണ്. കാട്ടിക്കൂട്ടൽ കണ്ടാൽ തോന്നും ദാരിദ്ര്യമാണെന്ന് ഗിരി മനസ്സിൽ പറഞ്ഞു. അവൾ കൊടുത്തിരുന്ന പുത്തൻ ധാവണിയും ആഭരണങ്ങളും എല്ലാം അഭിരാമി അവൾക്ക് ഗിഫ്റ്റ് ചെയ്തതെന്ന കാര്യം ഗിരിക്കറിയില്ല. ഗിരിയുടെ മുമ്പിൽ എല്ലാം പുത്തനാണ്. അതിൽ അവൾ സുന്ദരിയുമാണ്. സുജാതയുടെ വെപ്രാളം കണ്ടിട്ടാവണം കടയിലെ വളക്കാരന് അവളോട് എന്തോ ഒരു താല്പര്യം തോന്നി. ഞാൻ ഒരെണ്ണം തിരഞ്ഞെടുത്ത് തരട്ടെ, അയാൾ അവളോട് ചോദിച്ചു. സ്വരം താഴ്ത്തി മൂളുന്നവളെ ശ്രദ്ധിച്ചു. നല്ല ചുവന്ന വളയും കറുത്ത വളയും കൂടെ ഇടകലർത്തി അയാൾ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു. ആ പിടുത്തം ഗിരിയും സുജാതയും പ്രതീക്ഷിച്ചിരുന്നില്ല. സുജാത ഒന്ന് വിറച്ചുപോയി. സുജാതയെ നോക്കി കണ്ണിറക്കി ആ ചെറുപ്പക്കാരൻ അവളുടെ വെളുത്ത കൈയിലേക്ക് വളകളാൻ ശ്രമിച്ചു. ഇത് പാകമല്ലോ, കുറച്ച് ഉരുണ്ട കൈയാണ്, വേറെ എടുക്കാം, അയാൾ അതും പറഞ്ഞിട്ട് വേറെ സെറ്റ് കുപ്പിവിളകൾ എടുത്തപ്പോൾ സുജാത വീണ്ടും നിഷ്കളങ്കമായി അയാളുടെ നേരെ കൈ നീട്ടി. ഗിരി അപ്പോഴേക്കും അയാളുടെ കയ്യിൽ നിന്നും വളകൾ പിടിച്ചു വാങ്ങി ദേഷ്യത്തിലൊരു നോട്ടം നോക്കി. ഞാൻ ഇട്ട് കൊടുത്തോളാം, നീ വേറെ കസ്റ്റമേഴ്സിനൊക്കെ ചെയ്തു കൊടുക്ക്, ബാക്കി പെണ്ണുങ്ങളൊക്കെ അവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. ഗിരി അവരെ നോക്കി തിക്കി തെരഞ്ഞു നിൽക്കുന്ന പെണ്ണുങ്ങളെ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്തു. അയാൾ ഒരു ചമ്മലോടെ മറ്റു കസ്റ്റമർക്ക് അടുത്തേക്ക് പോയി. ഗിരി അവളുടെ വലത്തെ കൈത്തണ്ടയിൽ പിടിച്ചു. സുജാതയുടെ കണ്ണുകളൊന്ന് പിടഞ്ഞുപോയി. പരുക്കനായ അവന്റെ കൈ തൊട്ടപ്പോൾ തന്നെ എന്തോ കറണ്ട് അടിച്ച പോലെ അവളുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് അവനെ കുപ്പിവള അവളുടെ കയ്യിൽ ശക്തിയിലിട്ട് കൊടുത്തു. അവന്റെ ബലം പിടിക്കൽ കാരണം അവൾക്ക് ചെറുതായി നോന്തു. ഗിരി ചുറ്റും ഒന്ന് നോക്കി. ഭാമയും സൗമ്യയും അവിടെ സംസാരിച്ചുകൊണ്ട് വേറെ എന്തൊക്കെയോ വാങ്ങിക്കുകയാണ്. അവൻ പതുക്കെ അവളുടെ ചെവിയിൽ വന്ന് പറഞ്ഞു. ആരെങ്കിലും കയ്യിൽ കയറി പിടിക്കുമ്പോ നിന്ന് കൊടുക്കരുത്. നിനക്കെന്താ, തനിയെ വളയിടാൻ അറിയില്ലേ? ഉത്സവത്തിനും വേലയ്ക്കും പല നാട്ടുകാരും വരും. വളക്കാരനായാലും തുണിക്കടക്കാരനായാലും ഈ ദേഹത്ത് തൊട്ടുള്ള കളിക്ക് നിന്ന് കൊടുക്കണ്ട, കേട്ടോടി, ഗിരി പറഞ്ഞതും സുജാത വേഗം തലയാട്ടി. അവളെ തലയാട്ടം കണ്ടിട്ട് ഗിരിക്ക് ചിരി വന്നുവെങ്കിലും അവനും തിരിച്ച് കളിയാക്കുന്ന പോലെ അവളെ നോക്കി തലയാട്ടി. എന്നിട്ട് വളക്കാരന് നേരെ ചെന്ന് കുപ്പിവളയുടെ ബിൽ പേ ചെയ്തു. അതെ, ഈ നാട്ടിലെ പെൺകുട്ടികളുടെ കയ്യിൽ വളയിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർക്ക് തനിയെ ചെയ്തോളും. അങ്ങനെ ഒരു സ്പർശന സുഖം നീ അനുഭവിക്കേണ്ട കേട്ടോ. ചെറിയൊരു ഭീഷണി സ്വരത്തിൽ അയാൾക്ക് കേൾക്കാൻ അയാളുടെ തോൾ തട്ടി ഗിരി പറഞ്ഞു. അയ്യോ ചേട്ടാ, ഞാൻ മനഃപൂർവ്വമല്ല. ആ പെൺകുട്ടി എന്തോ കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുന്ന കണ്ടപ്പോ എന്തോ അങ്ങനെ ചെയ്തു പോയതാണ്, വളക്കാരൻ അതിവിനയം കാണിച്ചു പറഞ്ഞു. നീ ഏത് നാട്ടുകാരനാണ്? എത്ര ദിവസം ഉണ്ടാകും നിന്റെ ഫാൻസി സ്റ്റാൾ? ഗിരി ചോദിച്ചു. ഈ ഉത്സവത്തിന്റെ 7 ദിവസം കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകും. ഞാൻ നാട്ടിലുള്ളതല്ല, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്, അയാൾ പറഞ്ഞു. അടങ്ങി ഒതുങ്ങി നിന്നാ 7 ദിവസത്തെ ഉത്സവം കൂടി നിനക്ക് പോവാം. ഇല്ലെങ്കിൽ സ്റ്റാളും നിന്റെ വളയും എല്ലാം കൂട്ടിക്കെട്ടി ഇവിടുന്ന് പോകേണ്ടി വരും കേട്ടോ. ഒന്നുകൂടി അവന് നേരെ മീശ മുറുക്കി പറഞ്ഞപ്പോൾ അയാൾ വേഗം തലയാട്ടി സമ്മതം മൂളി. അപ്പോഴേക്കും പിന്നീട് ഭാമ വന്നു. കഴിഞ്ഞില്ല ഇതുവരെ? എന്താ ഇത്ര പറയാൻ? കഴിഞ്ഞു, അവിടെ തോൽപാവ കൂത്തുണ്ട്, തുടങ്ങുന്ന മുന്നേ പൊയ്ക്കോ, ഗിരി ഭാമയെ നോക്കി പറഞ്ഞതും അവൾ ശരിയെന്ന പോലെ തലയാട്ടി. തന്റെ കൂട്ടുകാരുടെ കൂടെ കലബല പറഞ്ഞു നടന്ന ആമി അവസാനം ഇരുവരുടെയും കൂടെ എത്തി. ഇപ്പൊ സുജാത, ആമി, ഭാമ, സൗമ്യ, അവരുടെ മകൻ, അവർ ഒരുമിച്ചാണ് ഇരിക്കുന്നത്. തോൽപ്പാവക്കൂത്ത് വള്ളുവനാട്ടിലെ ഭഗവതി ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ആചാരപരമായ ദൈവാരാധനയുടെ ഭാഗമായ കലാരൂപമാണിത്. മൃഗങ്ങളെ തോൽ കൊണ്ടുണ്ടാക്കിയ പാവകൾ ഉപയോഗിച്ചുള്ള കൂത്തായതിനാൽ തോൽപ്പാവക്കൂത്ത് എന്ന പേര് വന്നത്. രാമായണമാണ് ഇതിലെ പ്രതിപാദ വിഷയം. കാളിക്ഷേത്രങ്ങളിലെ വാർഷിക ഉത്സവ വേളയിലാണ് സാധാരണയായി പാവക്കുത്ത് നടത്തുന്നത്. തുടക്കം മുതൽ അവസാനം വരെ ദേവി പ്രകടനം കാണുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. ഈ വിശ്വാസം ഒരു ഐതിഹ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്.
എല്ലാരും നിലത്തിരുന്ന് ആസ്വദിച്ച് കാണുകയാണ്. എന്തോ ഭാമയ്ക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല. മുന്നിൽ തന്നെ മേശ പിരിച്ചുകൊണ്ട് കാര്യമായി ക്ഷേത്ര കമ്മിറ്റിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കാർത്തി. അവനെ കണ്ടതും അവളുടെ മുഖത്ത് വെപ്രാളം നിറഞ്ഞു. വൃത്തികെട്ടവൻ, സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയാത്ത ഇവനാണല്ലോ ഇവിടുത്തെ മന്നാടിയാർ. അവൾ മനസ്സുകൊണ്ട് അവനെ ശപിച്ചു. അവൻ തന്നെ ചുംബിച്ചതോർത്തു പോയി. അവൾ അറിയാതെ വിരലുകൾ ചുണ്ടിൽ സ്പർശിച്ചു. വീണ്ടും നോട്ടം അവനിലെത്തിയപ്പോൾ അവൾ കണ്ടു തന്നെ നോക്കി മീശ പിരിച്ചു നിൽക്കുന്ന കാർത്തികേയനെ. പോടപട്ടി, അവൾ പിറുപിറുത്തുകൊണ്ട് പറഞ്ഞു. അവനത് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്തു. അവൻ തന്റെ ചുണ്ടിൽ തൊട്ടുകൊണ്ട് അവളെ കണ്ണിറക്കി കാണിച്ചു. അവൾ അവന്റെ ഭാവം കണ്ട് ഞെട്ടിപ്പോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. തല താഴ്ത്തി നിൽക്കുന്ന ഭാമ. അവൾക്ക് ലജ്ജയും വിഷമവും ദേഷ്യവും എല്ലാം തോന്നിപ്പോയി അവനോട്. എന്തോ ആ കാഴ്ച കാർത്തിയുടെ ഹൃദയത്തിൽ കൊണ്ടു. ഉള്ളിലൊരു കുറ്റബോധം ചെറുതായി തോന്നി. താൻ അതിൽ കടന്നെന്ന് അവൻ്റെ ഉള്ളം പറഞ്ഞു. പക്ഷെ എന്തോ അതൊരു തെറ്റായി തോന്നുന്നുമില്ല. അതെന്താണെന്ന് അവനൊന്ന് ചിന്തിച്ചു. ഒരിക്കലും ഒരു സ്ത്രീയെ പോലും താൻ സ്പർശിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ അവളോട് ദേഷ്യത്തിലാണെങ്കിൽ പോലും എന്തിനാണ് അമ്മ വെച്ചത്? അവന് കുറ്റബോധം വന്നു തുടങ്ങി. അപ്പോഴേക്കും അവന്റെ വല്യച്ഛനും ചെറിയച്ഛനും അവനെ ക്ഷേത്ര കമ്മിറ്റികളുമായുള്ള മീറ്റിംഗിൽ വിളിച്ചുകൊണ്ടുപോയി.